പരീക്കേ എന്താ പരീക്ക? ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? അതെ, നമ്മുടെ ഉമ്മർത്ത് കിടക്കണ ചൂരസാരല്ലേ, അതൊരു ചങ്ങായി എടുത്തോണ്ടോയി. എന്നാ കൊണ്ടുവന്ന് തന്നോളും, കൂട്ടുകാരനല്ലേ? അങ്ങനത്തെ ചങ്ങായി അല്ല എടാ, ഒരാളെ ഏതോ ഒരു വഴിപ്പോക്കണോണ്ട് 2 കസേര എടുത്തോണ്ടോയി. കസേര എടുത്തോണ്ടോയിന്നാ? വീട്ടിന്നാ? വീടിന്റെ ഉമ്മർത്തുനിന്ന് കസേര എടുത്തോണ്ടോയി. ചോദിച്ചില്ല അപ്പാ? ഞാൻ കണ്ട്, ഞാനപ്പൊ ചോദിച്ചു. അപ്പൊ എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കണ്ടിട്ട് ആളെ പിടിച്ചില്ലേ? അല്ല, അത് ഞാൻ നേരിട്ട് പറയാം. എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല. നേരിട്ട് പറയാതെ അധികം പോയിട്ടുണ്ടാവില്ല. അവനൊന്ന് പിടിക്കണം. എന്ത് ഭ്രാന്ത പരീക്ക് പറയണ? വീടിന്റെ മുമ്പിൽ കിടക്കണ കസേര സൂക്ഷിക്കാനുള്ള പ്രാപ്തിയില്ലേ? അതല്ലടാ, അങ്ങനെ പറ്റിപ്പോയതാണ്. ഞാനേ വണ്ടിയായിട്ടൊന്ന് ഇറങ്ങോ? വരാ ഒന്ന് വേവാ. ഇപ്പന്നെ പിടിക്കണം, അല്ലെങ്കിൽ എന്നെ കൊല്ലു പിള്ളി റസിയ. വന്നി എന്ത് ഭ്രാന്താണ് ഇയാൾക്ക്? ജെസി എന്താണ്? ഇങ്ങോട്ട് വന്നേടി ഒന്ന്. ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. എന്താണ് വിളിച്ചു കൂവണേ? അതെ, മുറ്റത്ത് വല്ലതും കിടക്കണ്ടേ അതൊക്കെ മുഴുവൻ എടുത്ത് പെരക്കാത്തിട്ടിട്ട് വാതലടച്ചിട്ടേക്കണം. എന്തിന്? ഇപ്പൊ പരീക്കാണ് വിളിച്ചത്. പുള്ളിയുടെ വീടിന്റെ ഉമ്മർത്ത് കിടക്കണ ആ ചൂരല് കസേര ഉണ്ടല്ലേ നീ 2 അത് ആരാണ്ട് എടുത്തോണ്ട് പോയിന്ന്. ആരെടുത്തോണ്ട് പോവാൻ? അത് മറ്റേ ഇത്തിത്തറയില് ആന്റപ്പൻ എടുത്തോണ്ട് പോയിന്ന്. അതാ നിന്റെ അപ്പൻ. ആളറിയാൻ വേണ്ടിട്ടല്ലേ, ആളെ കണ്ടപ്പോ പോയി പിടിക്കാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. എന്നാലും വീട്ടിന്റെ ഉമ്മറത്തോടെ കസേര എടുത്തോണ്ട് പോവാന്ന് വെച്ചാ? ഞാനതാ പറഞ്ഞു, ഇത് റസിയാൻ എടുത്തോണ്ട് പോയാ അറിയൂലല്ലോ അയാള്. ഇത് കേട്ടോട്ട് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല, ഓർത്താണ് പിന്നെ പറഞ്ഞില്ല. ചുമ്മാ അല്ല റസിയത്ത് പറയുന്നേ, എനിക്കൊക്കെ ഒരു ബോധം പൊക്കണില്ല. അതെ, സംഭവമൊക്കെ നീ സൂക്ഷിക്കണം. നീ എന്നാ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ വെച്ചു? അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ താക്കോലും കട തന്നേരിഞ്ഞു. എന്തിന്? അല്ലടി, ഞാൻ ആരെങ്കിലും എടുത്തോണ്ട് പോയാലാ? അങ്ങനെ ആരും എടുത്തോണ്ട് പോവില്ല, ഞാൻ സൂക്ഷിച്ചോളാം. പോണില്ലേ? പോണ, ഞാൻ റെഡി ആയിക്കോട്ടെ. എന്നാ ഇവിടെ കളിച്ചിരിക്കാതെ പോകട്ടെ. നീ വാതിലടച്ചിട്ടോട്ടാ, വരുമ്പോ നീയെങ്കിലും ഉണ്ടാകണം. മുതലാ പോയിക്കോട്ടെ. എന്നാലും ആളുള്ള വീട്ടിൽ കയറി ഇത് ആരായിരിക്കും കസേര എടുത്തോണ്ട് പോയേ? ആ ഗ്ലാസ് പൊട്ടി ഞാൻ പകുതി പൈസ നീ എനിക്ക് തരണം. ഇതൊക്കെ അതെ, മുതലാളി ഇതിനൊക്കെ പൈസ കിടക്കും. അപ്പം ചെയ്യും അളിയാ? എന്താ പെരിയ ജനൽ എന്നോട് തനി എടുത്തു വെക്കാൻ சொன்னതാണ് അപ്പടി നടന്നിട്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, നിനക്കത് എന്നോട് പിടിക്കാൻ പറഞ്ഞൂടെ? ആരും ഇല്ല അങ്ങ് എന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എടുത്തു വെച്ചത്. ഇങ്ങനെ എല്ലാതിന്റെ കാശ് പറഞ്ഞാൽ എനിക്ക് ശമ്പളം കിടക്കാതില്ല. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പകുതി പൈസ നീ എനിക്ക് തരണം. 4 പേരെ വേലക്ക് വെക്കണമെന്ന് சொன்னா കേൾക്ക മാട്ടേன். 2 പേര് மட்டும் இருந்தா எப்படி നടക്കരുത്? ഇത് 2 ആളുകളുടെ പണിയേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് പിടിக்கிறதுக்கு ആളില്ലാമ இருந்தா இப்படி എല്ലാം വരും. ചേട്ടാ, ചൂരലിന്റെ കസേര വേണം. കസേരൊന്നും വേണ്ട. ഇപ്പൊ എന്താ ഓട്ടോറിക്ഷയ്ക്ക് പോണോ ബസ്സിന് പോണോ? നടന്നു പോലാം, ഷാപ്പ് എടുക്കുന്നില്ല. കടയിൽ 1500 രൂപ വിലയുള്ള കസേരയാണ്. 500 വന്നത്. വേണ്ടടോ, കസേര വേണ്ട. வேண்டான்னு சொன்னல. இப்போ இன்னைக்கு இந்த வேலை நாளைக்கு முடியும். மத்தால இருந்து என்ன வேலை செய்வேன்? മറ്റന്നല്ല, അപ്പം ആലോചിക്കാം. നമുക്ക് ആ ശങ്കരനാരുടെ വീട്ടിലെ വേല എടുത്തില്ല, ഓട് പൊളിച്ച് മാറ്റിട്ട് ടർസ് വീടാക്കുക சொன்னല്ലേ, അത് വേല കിട്ടാൻ. ശങ്കരനായരുമായിട്ടുള്ള ഒരു ഇടപാടും ശരിയാവില്ല, അയാൾ പൈസ തരില്ല. കരാറെടുക്കലാമല്ലേ? കരാറെടുത്തിട്ട് ഒരു വക കഴിച്ചിട്ടില്ല എത്ര നേരമായിട്ട്. ഭയങ്കര വെയിലും. എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോയിരുന്നെങ്കിൽ 500 രൂപ വന്നാൽ മതി 2 കസേരയും. ചെങ്ങാതി കസേരയെ വേണ്ട പറഞ്ഞില്ല നിന്നോട്. ഇത് എവിടെ കൊണ്ടുപോയി ഇടാൻ സ്ഥലമില്ലാന്ന്. അളിയാ കമ്മണറ് അല്ല തമ്പി, 2 കസേരക്ക് 500 രൂപ വന്നാൽ മതി. അല്ലെ പോയിട്ട് 400 രൂപ വന്നാൽ മതി ചേട്ടാ. ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് വിശന്ന് പോയി ചേട്ടാ. ചേട്ടാ എടോ, കസേര വേണ്ട പറഞ്ഞ പിന്നെ എന്തിനാണ് പിന്നെ ഇതിന് ചേട്ടാ ഇത് കടയിൽ 1500 രൂപയ്ക്ക് വിൽക്കുന്ന കസേര. നീ വേറെ ആർക്കെങ്കിലും കൊടുക്കേ. പ്ലാസ്റ്റിക് കസേര ഒന്നിന് 300-400 രൂപ കൊടുക്കണം. 2 ചൂറ് കസേര തന്നെ 500-400 രൂപയ്ക്ക് തരാണ് ചോദിച്ചു. എന്തിനതിന്റെ ആവശ്യമില്ലല്ലോ. വാങ്ങിയാളിയാ വാങ്ങ്. നീ കമ്മണറ് വേണ്ടളിയാ. എന്ത് കാര്യത്തിൽ? ഇത് 2 എണ്ണത്തിന് 500 രൂപയാണ് പറഞ്ഞത്. 400 തന്നാൽ മതി. നല്ല അടിപൊളി കസേരയാണ്. നട്ടലിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ഇതില് നല്ലതാ. ഇത് ചാരി കിടന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു കാര്യം ചെയ്യ്, 2 എണ്ണം 300 രൂപയ്ക്ക് കൊടുക്കും. ചേട്ടാ പറയണേട്ടാ, ഞാൻ ഇത് ഫ്രീ ആയിട്ട് തരണമെന്ന് തോന്നുമല്ലോ. വേണ്ട. അല്ല എന്തായാലും 300 തരാമെന്ന് പറഞ്ഞല്ലേ, തന്നോ? ഒന്ന് കഴിച്ചില്ല, അതുകൊണ്ടാണ്. ബാക്കി കൊടുക്കും. ഓക്കെ ചേട്ടാ, ഓക്കെ சரி. അല്ലേ, ഇത് ഏതായാലും നീ വന്നല്ല, ഇത് എങ്ക വീട് വരെ ഒന്ന് എടുത്തിട്ട് വാ.
ചേട്ടാ ഞാൻ ഇത് കിലോമീറ്റർ നടന്നു വന്നതാണ് ഇത്രയും. ഇനി ഞാൻ വീട് വരെ ഞാൻ മരിക്കും, ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാ. ശരി. അപ്പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഓക്കെ ശരി. ചേട്ടാ വളരെ எப்படி இருக்குது பாரு. എന്ത് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അളിയാ. അളിയ ഇത് സൂറൽ കസാര ഇത്. ഇതെല്ലാം 1000-1500 രൂപ ഒന്നിനെ കൊടുക്കണം பாரு. இது கொண்டு போய் வீட்டுல முன்னாடி அப்படி போட்டு வச்சுக்கோ. பாரு ராசா மாதிரி இப்படி உட்காரலாம். அது மட்டும் இல்ல, பரிம்பாயோட வீட்டுல ஒரு நாள் போயிட்டு நான் கசாரையில எങ്ങനെ இருந்தோம், அந்த ரசியா இருக்குதுல்ல, என்ன இப்படி ஒரு பார்வை அன்னு நினைச்சான் இது மாதிரி ஒரு கசார அவரை முன்னாடி கொண்டு போய் போட்டு இப்படி இருக்கணும்னு. இது புதிய வீடு வைக்கும்போது நமக்கு அங்க எடுத்துட்டு போலாம்ல. ശരി എന്നാ പോ. கையில இருந்த காசு கொடுத்தாச்சு, ஒரு ஆட்டோ கூப்பிடு. ശരി, ഓട്ടോ വിളിക്കാം, അതാ നല്ലത്. ഇല്ലാണ്ട് എങ്ങനെ കൊണ്ടുപോകും? சரி.